ഹരേ കൃഷ്ണ. ഇടവം രാശി, രാശിചക്രത്തിലെ രണ്ടാമത്തെ രാശിയായ ഇടവരാശി. രാശിസ്വാമി ശുക്രൻ. ഇടവൻ രാശിക്കാർക്ക് 2025 മുതൽ 2030 വരെ നിങ്ങളുടെ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നുമുള്ള ഫലങ്ങളും എന്തെന്ന് നോക്കാം. 7.5 ശനി ആരംഭിക്കുന്ന കാലഘട്ടം. ഈ 5 വർഷത്തിൽ എന്തെല്ലാം രാശി ഗോചരങ്ങളും അതിൻ്റെ ഫലങ്ങളുമായിരിക്കും കിട്ടുക. വീഡിയോ കാണുക. ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ പ്രവചനം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും അതുപോലെ തന്നെ വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. വ്യാഴത്തിൻ്റെ ഗോചരം നോക്കാം. മെയ് 2025 മുതൽ മെയ് 2026 വരെ രണ്ടാം ഭാവത്തിൽ. രണ്ടാം ഭാവം വാണിയുടെ സംസാരം കൊണ്ട് വരുമാനമുണ്ടാക്കേണ്ട സമയം. ഈ സമയം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന സമയം. ടീച്ചിങ്, കൗൺസിലിംഗ് പോലെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയം. നിങ്ങളിൽ ഒരു മെച്യൂരിറ്റി കിട്ടുന്നതിനും ഈ വ്യാഴം നിങ്ങളെ സഹായിക്കും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 10ാം ഭാവത്തിൽ. ഈ സമയം നിലവിലുള്ള ജോലിയേക്കാൾ മെച്ചമായ ഒരു ജോലി കിട്ടുന്നതിനുള്ള സമയമാണ് ഇത്. മാനേജ്മെൻറ്റ് ലെവലിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നല്ല ഒരു പ്രദർശനം ചെയ്യുന്നതിനുള്ള സമയമാണ്. നിങ്ങളിലുള്ള കഴിവ് പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു സമയമായിരിക്കും ഈ സമയം. മെയ് 2026 മുതൽ മെയ് 2027 വരെ വ്യാഴം 3ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നതായിരിക്കും. ഈ സമയം സ്പിരിച്വൽ ഇംപ്രൂവ്മെൻറ്റ്, ആധ്യാത്മികത വളർത്തുന്നതിനുള്ള ഒരു സമയമാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 11ാം ഹൗസിൽ ഉള്ളതുകൊണ്ട് ഫൈനാൻഷ്യൽ ഗ്രോത്തും ഈ സമയം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ മുതിർന്ന സഹോദരങ്ങളുമായിട്ട് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറ്റുന്നതിനുള്ള ഒരു സാഹചര്യം തന്നെ വന്നു ചേരും. ഈ സമയം ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ഓൺലൈൻ ജോലി ചെയ്യുന്നവർക്കും ടൂർ ട്രാവൽസിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും ഡിജിറ്റൽ വർക്ക് ചെയ്യുന്നവർക്കും നല്ല സമയമായിരിക്കും. ഈ സമയം ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുന്നതിനുള്ള ഭാഗ്യവും ഉണ്ടാകും. മെയ് 2027 മുതൽ 2028 വരെ വ്യാഴം 4ാം ഭാവത്തിൽ. മാതാവിൻ്റെ ആരോഗ്യത്തിൽ പുരോഗതി. എന്തെങ്കിലും രീതിയിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ മാതാവ് അതിൽ നിന്നും ഒക്കെ ഒരു റിക്കവറി ഈ സമയം കിട്ടും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 10ാം ഭാവത്തിൽ. നിങ്ങളുടെ ജോലിയിൽ പ്രൊമോഷൻ, അതുപോലെ തന്നെ അവാർഡുകൾ, നിങ്ങളുടെ സീനിയേഴ്സിൽ നിന്നും അപ്രീസിയേഷനൊക്കെ കിട്ടുന്നതിനുള്ള ഒരു സമയം. പേരും പ്രശസ്തിയും കിട്ടുന്നതിനുള്ള സമയം. ശനിയുടെ ഗോചരം നോക്കാം. മാർച്ച് 2025 മുതൽ ഫെബ്രുവരി 2028 വരെ ശനി 11ാം ഭാവത്തിൽ. ഈ സമയം നിങ്ങളിൽ പണത്തിനോടുള്ള ആസക്തി കൂടുന്നതിനും അതുപോലെ തന്നെ ഷോർട്ട് കട്ട് വഴി പൈസ സമ്പാദിക്കുന്നതിനും ഉള്ള ഒരു ചിന്ത നിങ്ങളിൽ വരുന്ന സമയമായിരിക്കും. ശനി ഏത് ഭാവത്തിൽ വന്നാലും നിങ്ങൾക്ക് പണത്തിനോടുള്ള ഒരു ആസക്തി കൂടുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ ആ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങളെ കൊണ്ട് കഠിനാധ്വാനം ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യും. അതാണ് ശനി. ശനിയുടെ ദൃഷ്ടി 1ാം ഭാവത്തിൽ വരുമ്പോൾ സാമ്പത്തികമായി നിങ്ങൾക്ക് അത് ഉണ്ടാക്കുന്നതിന് ഒരു ടെൻഷൻ നിങ്ങളിൽ വരുന്ന സമയമായിരിക്കും. പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള സമയം. വീട്ടുപകരണങ്ങൾ വാങ്ങിക്കാനും ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നതിനുമുള്ള ഒരു സാഹചര്യം തന്നെ ശനി സൃഷ്ടിക്കും. ഫെബ്രുവരി 28 മുതൽ ശനി 30 വർഷങ്ങൾക്ക് ശേഷം നീചനായി നിങ്ങളുടെ 12ാം ഭാവത്തിൽ വരും. ഈ സമയം ആരോഗ്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. യാത്രകളൊക്കെ ചെയ്യുന്നവർ ആഹാരത്തിൽ തീർച്ചയായും ശ്രദ്ധ പാലിച്ചേ പറ്റൂ. ശനി വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി അനുസരിച്ചാണ് നിങ്ങൾക്ക് ഫലം കിട്ടുക. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെയുള്ള ഫലം കൊടുക്കുകയും ചെയ്യും. പക്ഷേ മടി ഇരിക്കുന്നവർക്ക് അതുപോലുള്ള കഷ്ടതകൾ കൊടുക്കുകയും ചെയ്യുന്നതാണ് ശനി. നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥിതി ഉച്ചസ്ഥിതിയിൽ ആണെങ്കിൽ ദരിദ്രനെ രാജാവാക്കുന്നതിനുള്ള ഒരു സാമർഥ്യം തന്നെ ശനിദേവിന് ഉള്ളതാണ്.
ജന്മകുണ്ടലിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് നീചസ്ഥിതിയിലാണെങ്കിൽ അവർക്ക് വളരെയേറെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി തന്നെ വരും. അതിനുള്ള ഉപായങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യിപ്പിക്കണം. നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ നിങ്ങൾ തന്നെ ചെയ്യുന്നത് ബെറ്ററായിരിക്കും. അതുകൊണ്ട് എല്ലാവരുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥിതി നീചനാണോ ഉച്ചസ്ഥിതിയിലാണോ എന്ന് തീർച്ചയായും പരിശോധിപ്പിക്കുക. ഫെബ്രുവരി 2028 മുതൽ നിങ്ങൾക്ക് 7ര ശനിയുടെ ആരംഭം കൂടിയാണ്. ഈ 7ര ശനിയുടെ കാലത്ത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള സാഹചര്യം വരും. അതുപോലെ തന്നെ ലോങ് ട്രാവൽസ്, സ്പിരിച്വൽ ട്രാവൽസ് ഒക്കെ വരുന്ന സമയമായിരിക്കും. നിങ്ങളുടെ ജോലിയിൽ ചെയ്തിരുന്ന നിലവിലുള്ള ജോലിയേക്കാൾ ബെറ്ററായിട്ടുള്ള ഒരു ജോലി നിങ്ങൾക്ക് കിട്ടുന്ന സമയം. മിത്രവും ശത്രുവും ഏതെന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു മെച്യൂരിറ്റി തന്നെ നിങ്ങളിൽ കൊണ്ടുവരും ശനിദേവൻ. ആക്ച്വലി 7ര ശനി വരുന്നത് ഒരു വിധത്തിൽ നല്ലതാണ്. നമ്മളിലുള്ള ഒരു കഴിവിനെ, നമ്മളിലുള്ള ഒരു മെച്യൂരിറ്റി തന്നെ നമുക്ക് കൊണ്ടുവരുന്നതിനും നമ്മളെ കൊണ്ട് കഠിനാധ്വാനം ചെയ്യിപ്പിക്കുന്നതിനും എപ്പോഴും കർമ്മനിരതരായി ഇരിക്കുന്നതിനും ശനിദേവ് നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് ശനിദശാകാലം ആരും പേടിക്കേണ്ടതില്ല. ശനി എന്ന് പറയുന്നത് രാശിചക്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്ലാനറ്റാണ്. അതുകൊണ്ടാണ് 2.5 വർഷം ഒരു ഹൗസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി 2.5 വർഷം എടുക്കുന്നത്. പക്ഷേ ശനിദേവ് കഠിനാധ്വാനം ചെയ്യുന്നവരെ അതുപോലെ തന്നെ ആശീർവാദം തന്നിട്ട് മാത്രമേ പോവുകയുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ശനിദശാകാലം മടി പിടിച്ച് ഇരിക്കാതിരിക്കുക. കർമ്മം ചെയ്യുക. അത് ഏതാണെങ്കിലും നല്ല കർമ്മങ്ങൾ ചെയ്യുക. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. ഏറ്റവും വലിയ കാര്യം. അത് ശനിക്ക് വളരെ ഇഷ്ടമുള്ളത്. രാഹുവിൻ്റെ ഗോചരം നോക്കാം. മെയ് 2025 മുതൽ ഡിസംബർ 2026 വരെ 18 വർഷങ്ങൾക്ക് ശേഷം രാഹു 10ാം ഭാവത്തിൽ. ഈ സമയം നിങ്ങൾ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതിന് ഒരു പരിവർത്തനം തീർച്ചയായും വരും. അത് നിങ്ങൾ എഴുതി വെച്ചോളൂ. 75% ഇടവരാശിക്കാർക്കും ഈ ജോലിയിൽ പരിവർത്തനം. നിങ്ങൾ സ്വയമേ നിങ്ങൾക്കൊരു ട്രാൻസ്ഫർ കിട്ടുകയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയമേ നിങ്ങളുടെ ജോലി വിട്ട് വേറൊരു നല്ല ജോലിയിൽ പ്രവേശിക്കുകയോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് ചേഞ്ച് ചെയ്യും, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുകയോ തീർച്ചയായും വരുന്നതായിരിക്കും. ഇത് നിങ്ങൾ എഴുതി വെച്ചോളൂ. അങ്ങനെ ഇടവം രാശിക്കാർക്ക് ഈ 5 വർഷം മഹത്വപൂർണമായ ഒരു സമയമായിരിക്കും. എല്ലാത്തിനും ഒരു ചേഞ്ച്, ഒരു പരിവർത്തനം വരുന്ന സമയമായിരിക്കും. ചെയ്യേണ്ട ഉപായങ്ങൾ: ശുക്രൻ്റെയും ശനിയുടെയും ബീജമന്ത്രം 108 പ്രാവശ്യം. അതുപോലെ തന്നെ ശനിയുടെ ബീജമന്ത്രം ചെയ്യുമ്പോൾ സൂര്യാസ്തമയം കഴിഞ്ഞതിന് ശേഷം ചെയ്യുക. 2 ബീജമന്ത്രങ്ങളും സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൂര്യദേവന്, ഉദിച്ചു വരുന്ന സൂര്യന് ജല അർപ്പണം ചെയ്യുക. ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുക. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. ഇന്നത്തെ വാസ്തു ടിപ്പ്: കിച്ചണിൽ എവിടെ വേണം സിങ്ക് വരേണ്ടത്? വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് നിങ്ങൾക്ക് കിച്ചൻ്റെ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ തെക്ക് ഭാഗം ഒരിക്കലും വരാൻ പാടില്ല. തെക്ക് കിഴക്കും വരാൻ പാടില്ല. തെക്ക് കിഴക്ക് അഗ്നികോണം, അവിടെ വാട്ടർ ടാപ്പ് ഒരിക്കലും വരാൻ പാടില്ല. ടാപ്പ് വയ്ക്കുമ്പോഴും വടക്കോ കിഴക്കോ വയ്ക്കുക. അതുപോലെ തന്നെ ഡ്രെയിനേജിൻ്റെ സ്ലോപ്പ് നിങ്ങൾക്ക് വരേണ്ടത് വടക്കോട്ടോ കിഴക്കോട്ടോ മാത്രമാണ്. അപ്പോൾ ഇതാണ് വാസ്തു അനുസരിച്ചിട്ടുള്ള സിങ്കിൻ്റെ പ്ലേസ്മെൻറ്റ്. വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. അതുപോലെ തന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു.